എന്തിനാ കേസ് കൊടുക്കണം? ആരെങ്കിലും സർവേ നടത്തുന്നതിന് ഞങ്ങൾ എന്തിനാ കേസ് കൊടുക്കണം? ഇവിടെ എത്ര ചാനലുകൾ സർവേ നടത്തുന്നുണ്ട്? ഞങ്ങൾ എന്തിനാ കേസ് കൊടുക്കാൻ പോകണം സർവേ നടത്തുന്നതിന്? അതിനെന്താ അവർ നടത്തിക്കോട്ടെ. അതിനെന്താ? കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കുറിച്ച് മിണ്ടിപ്പോരുത്, UDF സ്ഥാനാർത്ഥികളെ കുറിച്ച് പറഞ്ഞു പോകരുത്. ആർക്കാണ് വിജയസാധ്യത? അല്ല കേൾക്ക്, ആർക്കാണ് വിജയസാധ്യത എന്ന് അന്വേഷിക്കരുത്. അതെന്താ? ആര് സർവേ നടത്തിയാലും ഞങ്ങൾക്ക് യാതൊരു വിരോധം. അത് മറ്റേ സ്പാർക്കിൽ നിന്ന് അത് മോഷ്ടിച്ചു. ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് സ്പാർക്ക് ഗവൺമെന്റ് വിചാരിച്ചാൽ മോഷ്ടിക്കാൻ പറ്റില്ലേ? ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരില്ലേ അതിൻ്റെ കസ്റ്റോഡിയൻസ്? അവരോട് പറഞ്ഞിട്ട്, ആ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ട് ആ മോഷ്ടിച്ച് ആ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് കാര്യങ്ങൾ, സർക്കാരിൻ്റെ കാര്യങ്ങൾ ചെയ്തു. അത് തന്നെയല്ലേ ഇത്? ഇപ്പം നവകേരള സർവേയുടെ കാര്യം നിങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശം ഉണ്ടല്ലോ, തുടർ ഭരണം ഉറപ്പുവരുത്തണമെന്ന് ഇല്ലേ? നവകേരള സർവേ നടത്തുമ്പോൾ തുടർ ഭരണം ഉറപ്പുവരുത്തണം. തുടർ ഭരണം ഉറപ്പുവരുത്താൻ നാട്ടുകാരുടെ പൈസ വെച്ചല്ല, അത് പാർട്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന പൈസ ഇറക്കണം. മനസ്സിലായ? നാട്ടുകാരുടെ നികുതി പണം ഉപയോഗിച്ചല്ല തുടർ ഭരണം ഉണ്ടാക്കണം. മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശമുണ്ട്, തുടർ ഭരണം ഉറപ്പാക്കണമെന്ന്. എന്നിട്ട് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് നാട്ടുകാരുടെ പൈസ മേടിച്ചിട്ട് നവകേരള സർവേ നടത്തണ്ട. അതേ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളതിനെ എതിർക്കും, തടയുകയും ചെയ്യും. അല്ല, അത് തടയുകയും ചെയ്യും, ഞങ്ങൾ തടയുകയും ചെയ്യും. അത് സുപ്രീം കോടതിയിലേക്ക് കേസിന്റെ ഹിയറിംഗ് നടന്നിട്ടില്ലല്ലോ. അതൊക്കെ വേണേ പറഞ്ഞു. അതൊക്കെ ആ മന്ത്രി ഉണ്ടല്ലോ, ആ രാജീവിനോട് ചോദിക്കുക. അതായത് തന്ത്രിക്ക് ജാമ്യം കൊടുത്ത കോടതിയെ നിയമമന്ത്രിയാണ് വിമർശിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ആ കൈരളിയില്ല ദേശാമ എല്ലാം അങ്ങനെ വാർത്ത എഴുതിക്കും, എനിക്കൊരു കുഴപ്പമില്ല. എല്ലാ ദിവസവും വരുന്ന റിപ്പോർട്ടുകൾ കണ്ടല്ലോ, എല്ലാ ദിവസവും വരുന്ന റിപ്പോർട്ടുകൾ. ആ മന്ത്രിയോട് ഏതെങ്കിലും ഒരു വലിയ ഹോള് വാടകയ്ക്ക് എടുക്കാൻ പറ. എന്നിട്ട് അവരെ അന്വേഷിക്കാൻ അയച്ചേക്കണ റിപ്പോർട്ടുകൾ, ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളിലെ എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ അവർ റിപ്പോർട്ട് തേടിയിരിക്കുന്നതും അതിന് കിട്ടിയിരിക്കുന്ന മറുപടി റിപ്പോർട്ടും കൂടി വോളിയംസ് ഉണ്ട്. ഒരു ഹോള് വാടകയ്ക്ക് എടുക്കാൻ പറയും, ഇതെല്ലാം വെക്കാൻ വേണ്ടിയിട്ട്. സെക്രട്ടേറിയറ്റ് പോലും സൗകര്യം ഉണ്ടാവില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ കേരളത്തിലെ. അല്ല, അത് നിയന്ത്രിക്കാനല്ല അവരൊക്കെ അധികാരത്തിലിരിക്കുന്നത്. പോലീസും സംവിധാനങ്ങളും എല്ലാം ഉള്ള ഗവൺമെന്റിലിരിക്കുന്ന ആളുകൾ പ്രതിപക്ഷമാണ് ആംബുലൻസ് ലോബിയെ നിയന്ത്രിക്കേണ്ടത്. ആംബുലൻസ് ലോബി ഉണ്ടെന്ന് ആരോഗ്യമന്ത്രിക്ക് തോന്നലുണ്ടെങ്കിൽ ആംബുലൻസ് ലോബിയെ നിയന്ത്രിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. പോലീസും സംവിധാനങ്ങളും ഉണ്ട്. ഇങ്ങനെ ലോബിയിങ് നടത്തി പാവപ്പെട്ട രോഗികളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് പ്രസംഗിക്കുകയല്ല വേണ്ടത്, നടപടിയെടുക്കുകയാണ് വേണ്ടത്. അതെന്തിനാ എൻ്റെ അറിവ് അദ്ദേഹത്തിന് പോകാൻ വേണ്ടിയിട്ട്? ഭയങ്കര ചോദ്യമുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് പോകണമെങ്കിൽ അദ്ദേഹം എൻ്റെ നേതാവാണ്, മനസ്സിലായ? അദ്ദേഹത്തിന് എൻ്റെ അനുമതി എന്തിനാ? എന്നല്ല, അല്ലല്ല. അതെന്താ? എന്താ ഞാൻ പോയിടുന്നില്ല? ഞാൻ പോവല്ലോ, ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് ഞാൻ പോവല്ലോ. അല്ല, കേൾക്ക്, ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഏത് സമുദായത്തിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ സംസാരിക്കും, അവരെ ഞങ്ങൾ സഹായിക്കും. അവരുടെ പ്രശ്നത്തിന് എന്താണ് എല്ലാ സ്ഥലത്തും പോകും. ഞാൻ പോവല്ലോ എല്ലായിടത്തും. എന്താ ഈ പറയണത്? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇയാൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ പറഞ്ഞത്? അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് ചോദ്യം കേട്ടില്ലേ? ചോദ്യം കേട്ടില്ലേ? ഞാൻ രമേശ് ചെന്നിത്തല ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് പോകണതിന് എൻ്റെ അനുമതി വേണമെന്ന്. അതുകൊണ്ട് എന്താ കുഴപ്പം? ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് എല്ലാവരും പിന്തുണ കൊടുക്കണമെന്ന് പറയണത് എന്താ തെറ്റെന്താ? കേൾക്ക്. അല്ലല്ല നിക്കി, ആരോട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് പിന്തുണ വേണമെന്ന് എല്ലാ വിഭാഗം ആളുകളോടും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ചോദിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വർഗീയത പറയരുതെന്നാണ് പറഞ്ഞത്. വർഗീയത പറഞ്ഞാൽ എതിർക്കുന്ന പറഞ്ഞ വർഗീയത പറഞ്ഞാൽ അതിനെ എതിർക്കുന്ന പറഞ്ഞ വർഗീയത തിണ്ണ നിറങ്ങലും പോയി കാണലും തമ്മിൽ വ്യത്യാസമുണ്ട്, മനസ്സിലായി? തിണ്ണ നിറങ്ങ അവിടെ കിടക്കണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം.
തിണ്ണനിറങ്ങുക എന്നുള്ള വാക്കും സന്ദർശിച്ചു എന്നുള്ള വാക്ക് രണ്ടാണ്. അല്ല, കോൺഗ്രസ് അതിശക്തമായ നിലപാടാണ്. കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി, കേരളത്തിൽ ഇല്ലാത്ത കാര്യങ്ങളുണ്ടാക്കി മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിനും വർഗീയ വിഭജനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ പിന്തുണയോടുകൂടി, സംഘപരിവാറിൻ്റെ പിന്തുണയോടുകൂടിയാണ് അത് നടക്കുന്നത്. അതിന് ഞങ്ങൾ എന്തു വില കൊടുത്ത് എതിർക്കും. അത് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും. അവരെ എതിർക്കണമല്ലോ, അവരെ കൂടി എതിർക്കണ്ടല്ലേ. അത് നടപടി ഉണ്ടാവില്ല. കാരണം കട്ടവർ തന്നെയല്ലേ നടപടി എടുക്കേണ്ടത്. കട്ട ആളുകൾ തന്നെ, മോഷ്ടിച്ച ആളുകൾ തന്നെയല്ല നടപടി എടുക്കേണ്ടത്. മോഷ്ടിച്ചവരാണ്. 600 പേര് പങ്കെടുത്ത പരിപാടിക്ക് 12 കോടി രൂപ ചിലവാക്കിയിട്ട് ആ കാശ് വരെ അടിച്ചു മാറ്റിയില്ലേ. സ്പോൺസർഷിപ്പിൻ്റെ കണക്ക് പോലും ഇല്ല. എവിടെ നിന്നൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടിയത്? ഇല്ലാത്ത വൗച്ചർ എഴുതി കള്ളക്കണക്ക് ഉണ്ടാക്കി അയ്യപ്പൻ്റെ പേരിൽ നടത്തിയ തട്ടിപ്പാണ്, വെട്ടിപ്പാണ്. നിർത്താറായിട്ടില്ല ഇവർ. ഇപ്പോഴും അത് തന്നെയാണ്. സ്വർണം മോഷ്ടിച്ചിട്ടും മതിയായില്ല, പിന്നെയും തുടരുകയാണ്. അപ്പം ശരി.